മണിയൻപിള്ള രാജു പ്രതിയായ വാഹനാപകട കേസിൽ അന്വേഷണം ശക്തമാക്കി പോലീസ്. DCP വിനോദിന് അന്വേഷണ ചുമതല. മ്യൂസിയം പോലീസിന് ഉണ്ടായിട്ടുണ്ടോ എന്നതുൾപ്പെടെ പരിശോധിക്കും. മണിയൻപിള്ള രാജുവിന്റെ രക്തപരിശോധനാ ഫലവും ഇന്നറിയാനാകും. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ഒരിക്കൽ കൂടി ചേരുകയാണ്. അൺഫിലിറ്റ്, ഇന്നലെ രാവിലെ മുതൽ വലിയ വിവാദമായൊരു കേസായിരുന്നു ഈ മണിയൻപിള്ള രാജു പ്രതിയായ വാഹനാപകട കേസ്. അപ്പോൾ തന്നെ ഉയർന്നു കേട്ടൊരു കാര്യം, മണിയൻപിള്ള രാജുവിനെ സംരക്ഷിക്കാൻ പോലീസ് ശ്രമിച്ചു എന്ന തരത്തിൽ വലിയ വിവാദം ഉയരുകയുമുണ്ടായി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ശക്തമാക്കാൻ തന്നെയാണ് പോലീസിൽ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അതെ ശ്രീജ, തീർച്ചയായും. കാരണം മണിയൻപിള്ള രാജുവിനെ പോലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയാവുന്നൊരു വ്യക്തിയാണ്. ഒരു വാഹന അപകടം സംബന്ധിച്ചുണ്ടാകുമ്പോൾ അത് ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ബോധ്യമുള്ളൊരു വ്യക്തിയാണ്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അന്വേഷണ സംഘം പരിശോധിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘമാണ്. അതായത് DCP തന്നെ DCP വിനോദ് നേരിട്ട് തന്നെയാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. അതായത് രാത്രി 10:30 വാഹന അപകടം ഉണ്ടാകുന്നു. CCTV ദൃശ്യങ്ങളൊക്കെ വന്നതാണ്. പക്ഷേ അതിനുശേഷം അദ്ദേഹം പോലീസിൽ അറിയിക്കാതെ വേഗം വാഹനം ഓടിച്ച് അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നു. മൊബൈൽ ഫോൺ പിന്നെ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. സ്വിച്ച് ഓഫ് ചെയ്ത മൊബൈൽ ഫോൺ പിന്നീട് രാവിലെയാണ് സ്വിച്ച് ഓൺ ആകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതൊക്കെ ഒരു പ്രാഥമിക നിഗമനങ്ങളാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത്, മണിയൻപിള്ള രാജു പറയുന്നത്, അദ്ദേഹം ഇത് ഉടൻ തന്നെ സുഹൃത്തുക്കളെ താൻ പാനിക്കായി. അതിനുശേഷം സുഹൃത്തുക്കളെ താൻ വിവരമറിയിച്ചു. ഈ പരിക്കേറ്റവരെ യുവാക്കളെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ആംബുലൻസ് അടക്കം താൻ ഏർപ്പാടാക്കി നൽകിയെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പക്ഷേ ഇതൊക്കെ മണിയൻപിള്ള രാജുവിൻ്റെ വാദങ്ങളാണ്. അതേസമയം ഇദ്ദേഹത്തിന് ഈ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കം ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം മ്യൂസിയം പോലീസ് ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ അത് ഈ മണിയൻപിള്ള രാജുവിനെ കസ്റ്റഡിയിൽ എടുക്കുകയോ അദ്ദേഹത്തിൻ്റെ മദ്യപിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള അദ്ദേഹത്തിൻ്റെ പരിശോധനകൾ, അതായത് രക്തപരിശോധനകളടക്കം വളരെ വൈകിയാണ് രക്തപരിശോധന. പിറ്റേ ദിവസം രാവിലെ, അതായത് ഇന്നലെ രാവിലെ ഒരു 10:30 ശേഷമാണ് രക്തപരിശോധനയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഏറെ വൈകി രക്തപരിശോധന നടന്നാൽ ആ പരിശോധനാ ഫലം ഇന്ന് വരും. പക്ഷേ എങ്കിലും അതിന് എത്രത്തോളം വ്യക്തതയുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളമാണ് അതിനൊരു ആധികാരികതയുണ്ട് എന്ന ചോദ്യമൊക്കെ ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ഈ രക്തപരിശോധനാ ഫലം എടുക്കുന്നതിന് പോലീസ് മനഃപൂർവ്വം വൈകിപ്പിച്ചു. ഒപ്പം അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്നതിലൊക്കെ മനഃപൂർവ്വം വൈകിപ്പിച്ചു. അദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു ന്യായീകരണം നൽകാനുള്ളൊരു സമയവും സാഹചര്യവുമൊക്കെ പോലീസ് മനഃപൂർവ്വം സൃഷ്ടിച്ചു നൽകി എന്നൊരു ആക്ഷേപമാണ് ഉയരുന്നത്. അങ്ങനെ മ്യൂസിയം പോലീസിൻ്റെ ഭാഗത്തുനിന്നൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നടക്കം പരിശോധിക്കുകയാണ് DCP വിനോദിൻ്റെ നേതൃത്വത്തിൽ. ഒപ്പം സമാന്തരമായി സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ അന്വേഷണമൊക്കെ ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. നമുക്കറിയാം, ഈ അപകടം ഉണ്ടായ സ്ഥലവും ഒക്കെ തന്നെയും ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ്. ഇത്രയേറെ അപകടം, ഇങ്ങനെ ഒരു ഗുരുതരമായ ഒരു അപകടം സംഭവിച്ചു. ആരുടെ ഭാഗത്താണ് വീഴ്ചയുണ്ടായത്? മണിയൻപിള്ള രാജുവിൻ്റെ ഭാഗത്തു നിന്നാണ്. CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ വ്യക്തതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊരു വീഴ്ച ഉണ്ടായി എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ഈ അപകടം ഉണ്ടായിട്ട് ഇതിന് എത്രയും വേഗത്തിൽ പോലീസിൽ വിവരം അറിയിച്ചില്ല. അതിൽ വേണ്ട ഒരു അപകടം നടക്കുമ്പോൾ, നമ്മുടെ ഭാഗത്തുനിന്ന് അപകടം ഉണ്ടായാലും നമ്മൾ ചെയ്യേണ്ട ഒരു പ്രാഥമികമോ ഉത്തരവാദിത്വം അത് മണിയൻപിള്ള രാജുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നൊരു ആക്ഷേപം ഉയരുന്നു. ഒപ്പം തന്നെ ഈ കേസ് FIR എടുത്ത പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ളതാണ് ഇന്ന് ഇപ്പോൾ DCP വിനോദിൻ്റെ നേതൃത്വത്തിൽ. എന്തായാലും ഈ അന്വേഷണം വളരെ ശക്തമാക്കാൻ തന്നെയാണ്. കാരണം അത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമായതിനാൽ അന്വേഷണത്തെ ശക്തമാക്കാൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് DCP വിനോദിനെ നേരിട്ട് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്.